മൂവാറ്റുപുഴ അർബൻ സഹകരണ ബാങ്കിന്റെ നവീകരിച്ച കെ.എസ്.ആർ.ടി.സി ജംഗ്ഷൻ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. കേരള ബാങ്ക് മുൻ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ആരക്കുഴ റോഡിലുള്ള കൊട്ടാരം ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലാണ് പുതിയ ബ്രാഞ്ച് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. കഴിഞ്ഞ ഒരു നൂറ്റാണ്ടിലേറെയായി മൂവാറ്റുപുഴയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ആളുകളുടെ ധനകാര്യ സാമൂഹ്യരംഗത്തെ വികസനം ലക്ഷ്യമിട്ട് പ്രവർത്തിക്കുന്ന മൂവാറ്റുപുഴ അർബൻ ബാങ്കിന്റെ നവീകരിച്ച കെ.എസ്.ആർ.ടി.സി ജംഗ്ഷൻ ബ്രാഞ്ച് പ്രവർത്തനം ആരംഭിച്ചു. മുനിസിപ്പൽ സത്രം കോംപ്ലക്സിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ബാങ്ക് സൗകര്യപ്രദമായ വിധത്തിൽ ആരക്കുഴ റോഡിലുള്ള കൊട്ടാരം ടവേഴ്സിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മാറ്റിയാണ് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. കേരള ബാങ്ക് മുൻ പ്രസിഡന്റ് ഗോപി കോട്ടമുറിക്കൽ ബാങ്കിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. ഒരു 100 കൊല്ലക്കാലം പിന്നിട്ട ഒരു മൂവാറ്റുപുഴയും ചുറ്റുപാടും വല്ലാതെ വേരൂന്നിയ ഒരു സാമ്പത്തിക സ്ഥാപനമാണിത്. ബാങ്കിങ് മേഖല, പ്രത്യേകിച്ച് ഇതുപോലുള്ള സഹകരണ സ്ഥാപനങ്ങൾ വലിയ തോതിൽ വേട്ടയാടപ്പെടുന്ന ഒരു സന്ദർഭം കൂടിയാണ്. ഈ 100 കൊല്ലക്കാലത്തിൻ്റെ ഇടയിൽ ഒരു സന്ദർഭത്തിൽ പോലും ഒരു ആക്ഷേപത്തിന് വിധേയമാകാതെ ഇന്നത്തെ കാലത്തൊരു സ്ഥാപനം പ്രവർത്തിച്ച് മുന്നേറുക എന്നുള്ളത് അത് കൈകാര്യം ചെയ്യുന്ന ആളുകളുടെ ഒരു സാമർഥ്യം കൊണ്ട് സംഭവിച്ചതല്ല. അത് കൂടാതെ തന്നെ 27,000-ൽ പരം അംഗങ്ങൾ ഈ സ്ഥാപനത്തിലുണ്ട്. പ്രത്യക്ഷത്തിലും പരോക്ഷമായി അവരുടെ നിർലോഭമായ പിന്തുണയും അനുഗ്രഹവും എല്ലാ വിഷയത്തിലും ഉള്ള ഒരു സ്ഥാപനം കൂടിയാണ്. ആക്ഷേപങ്ങൾക്ക് അതീതമായി പ്രവർത്തിക്കാനുള്ള ഒരു ജാഗ്രത കൈകാര്യം ചെയ്യുന്ന ബോർഡ് അംഗങ്ങൾക്ക്, ചെയർമാൻ ഉൾപ്പെടെയുള്ള നയിക്കുന്ന സാരഥികൾക്കുണ്ടാകുന്നതിൻ്റെ ഒരു ബലം, അതിൻ്റെ അടിസ്ഥാനം അംഗത്തെടുത്ത ഈ 27,000 ആളുകളുടെ മാത്രം ഒരു സജീവ ശ്രദ്ധയല്ല, ഈ സ്ഥാപനത്തിൻ്റെ സേവനം ലഭിക്കുന്ന ചുറ്റുവട്ടത്തുള്ള എല്ലാ പഞ്ചായത്തുകളിലും 10,000-കണക്കിന് ആളുകൾ ഏതൊരു ചെറിയ ചലനവും ഉറ്റുനോക്കുകയും അവരുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥാപനം കൂടിയാണ്. ബാങ്കിന്റെ സ്ട്രോങ് റൂമിന്റെ ഉദ്ഘാടനം മുൻ ബാങ്ക് ചെയർമാൻ CK സോമനും, കമ്പ്യൂട്ടറുകളുടെ സ്വിച്ച് ഓൺ കർമ്മം FIT ചെയർമാൻ R അനിൽകുമാറും, സോളാർ വായ്പാ വിതരണോദ്ഘാടനം ബാങ്ക് ബോർഡ് അംഗം സജി ജോർജും, ഇലക്ട്രിക് വാഹന വായ്പയുടെ വിതരണോദ്ഘാടനം ബോർഡ് ഓഫ് മാനേജ്മെന്റ് അംഗം ടോമി തോമസും നിർവഹിച്ചു. അസിസ്റ്റന്റ് രജിസ്ട്രാർ ജെയ്മോൻ യു ചെറിയാൻ ബാങ്കിന്റെ ആദ്യ നിക്ഷേപ സ്വീകരിക്കൽ നടത്തി. ഉദ്ഘാടന ചടങ്ങിൽ ബാങ്ക് ചെയർമാൻ AA അൻഷാദ് അധ്യക്ഷത വഹിച്ചു. ഓരോ കാലഘട്ടത്തിൽ നമ്മുടെ പ്രവർത്തനം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ആ കാലഘട്ടത്തിൽ നമുക്ക് മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ, പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോൾ RBI മുന്നോട്ട് വച്ചിട്ടുള്ളതും ഇടപാടുകാർക്ക് കൂടുതൽ സൗകര്യപ്രദമായ രൂപത്തിൽ ബാങ്കുകളുടെ ബ്രാഞ്ചുകൾ പരമാവധി ഗ്രൗണ്ട് ഫ്ലോറുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കണം, ഇടപാടുകാർക്ക് സഹായകരമാകുന്ന വിധത്തിൽ എന്ന കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലും മറ്റ് സൗകര്യങ്ങൾ വികസിപ്പിക്കുക, പാർക്കിംഗ് അടക്കം ബാങ്കിൻ്റെ പ്രവർത്തനം കൂടുതൽ ഇടപാടുകാർക്ക് യൂസർ ഫ്രണ്ട്ലി ആവുക എന്നുള്ള ആ ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ KSRTC ബ്രാഞ്ച് സത്രം കോംപ്ലക്സിൽ നിന്ന് നമ്മൾ ഇന്ന് ഈ കൊട്ടാരം ടവേഴ്സിലേക്ക് മാറ്റാൻ ഇടയായിട്ടുള്ളത്. കുന്നത്തുനാട്, മൂവാറ്റുപുഴ, കോതമംഗലം താലൂക്കുകളിലായി 13 ബ്രാഞ്ചുകളാണ് മൂവാറ്റുപുഴ അർബൻ ബാങ്കിനുള്ളത്. 27,000 അംഗങ്ങൾ ബാങ്കിന് നിലവിലുണ്ട്. 400 കോടി രൂപയുടെ നിക്ഷേപവും 280 കോടി രൂപ വായ്പയും ബാങ്ക് ഇതുവരെ നൽകിയിട്ടുണ്ട്. നാഷണലൈസ്ഡ് ബാങ്കുകളോട് കിടപിടിക്കുന്ന തരത്തിലുള്ള UPI ഇന്റർനെറ്റ് സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഇത്തരത്തിൽ കഴിഞ്ഞ 100 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ബാങ്കിന്റെ KSRTC ജംഗ്ഷൻ ബ്രാഞ്ച് കൂടുതൽ സൗകര്യപ്രദമായ രീതിയിലേക്കാണ് ഇന്നു മുതൽ പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളത്. ബാങ്ക് വൈസ് ചെയർമാൻ PV ജോയ്, അസിസ്റ്റന്റ് ഡയറക്ടർ ജിറ്റ്സി ജോർജ്, ബോർഡ് ഓഫ് മാനേജ്മെന്റ് ചെയർമാൻ സുനിൽ VM,
ബോർഡ് അംഗങ്ങളായ ഷാജു ജോസഫ്, CM വാസു, T ശിവദാസ്, രാജു തോമസ്, KA സഗേഷ് കുമാർ, KT മത്തായി കുഞ്ഞ്, ഷാലി ജെയിൻ, പ്രൊഫസർ K ഹേമ, ജോർജ് കുട്ടി ജോൺ, ജനറൽ മാനേജർ MT രാജീവ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി. ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം. നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ. അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും.